ഇന്ത്യക്ക് ഇനി 1000 ഹെലികോപ്റ്ററുകൾ വേണമെന്ന് പ്രവചനം. വിമാനമല്ല, റോഡുമല്ല, ഇന്ത്യയുടെ ഭാവി ആകാശത്തിലൂടെ പോകുമോ? ഈ ഒരു സെക്ടറാണ് ഇനി രാജ്യത്തിന്റെ ട്രാൻസ്പോർട്ടും ഡിഫൻസും മാറ്റിമറിക്കാൻ പോകുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഹെലികോപ്റ്റർ മേഖലയിൽ നടക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് 1000-ലധികം സിവിൽ ഹെലികോപ്റ്ററുകൾ ആവശ്യമുണ്ടാകുമെന്നതാണ് എയർബസിന്റെ പ്രവചനം. ഇതൊരു സാധാരണ കണക്കുകൂട്ടലല്ല. ഇന്ത്യൻ ഏവിയേഷൻ മേഖലയിൽ വലിയൊരു അവസരത്തിന്റെ സൂചനയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഹെലികോപ്റ്റർ സാന്നിധ്യം ലോകത്തിലെ ഏറ്റവും കുറവുകളിൽ ഒന്നാണ്. അതായത് അവിടെ വളർച്ചയ്ക്ക് സാധ്യത അതിവിപുലമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. 2025 മാത്രം ഇന്ത്യയിൽ 30-ലധികം ഹെലികോപ്റ്ററുകൾ ചേർത്തിട്ടുണ്ട്. നോൺ ഷെഡ്യൂൾഡ് ഹെലികോപ്റ്ററുകളുടെ എണ്ണം 213-ൽ നിന്ന് 225 ആയി ഉയർന്നു. ഇതൊരു താൽക്കാലിക വളർച്ചയല്ലെന്നാണ് എയർബസ് വ്യക്തമാക്കുന്നത്. ദീർഘകാല വളർച്ചയ്ക്കുള്ള ശക്തമായ അടിസ്ഥാനമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വളർച്ചയ്ക്ക് പിന്നിൽ പ്രധാന കാരണം സർക്കാരിന്റെ പിന്തുണയും പുതിയ നയങ്ങളും തന്നെയാണ്. ഹെലികോപ്റ്ററുകൾ ഇനി വെറും VIP യാത്രയ്ക്കല്ല എന്നതാണ്. ദൂരപ്രദേശങ്ങളിലെ കണക്ടിവിറ്റി, അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ, ദുരന്ത രക്ഷാപ്രവർത്തനം, ടൂറിസം, അതിർത്തി സുരക്ഷ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ മാറ്റമാണ് ഹെലികോപ്റ്ററുകളിലൂടെ ഇനി നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ മറ്റൊരു വലിയ വികസനവും നടന്നു. കർണാടകയിൽ എയർബസ് H125 ഹെലികോപ്റ്ററുകളുടെ ഫൈനൽ അസംബ്ലി ലൈൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ഹെലികോപ്റ്റർ നിർമ്മാണത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിവർഷം 10 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റ് ഇന്ത്യക്കും സൗത്ത് ഏഷ്യയ്ക്കും ആവശ്യമായ ഹെലികോപ്റ്ററുകൾ നൽകും. മെയ്ഡ് ഇൻ ഇന്ത്യ H125 ഹെലികോപ്റ്ററിന്റെ ആദ്യ ഡെലിവറി 2027-ലാണ് പ്രതീക്ഷിക്കുന്നത്. എയർബസ് പറയുന്നത് ഈ പ്ലാന്റ് വിജയിക്കാൻ പ്രതിരോധ ഓർഡറുകൾ മാത്രം മതിയാകില്ല എന്നതാണ്. സിവിൽ മേഖലയിലാണ് വലിയ വളർച്ചയുണ്ടാകാൻ പോകുന്നതെന്നും എയർബസ് വ്യക്തമാക്കുന്നു. 1000 ഹെലികോപ്റ്ററുകളിൽ പകുതി സിംഗിൾ എഞ്ചിൻ മോഡലുകളായിരിക്കും. അതിൽ H125 വലിയ പങ്ക് വഹിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. എയർബസ് ടാറ്റ ഗ്രൂപ്പിനോടൊപ്പം ചേർന്നപ്പോൾ ബെൽ, ടെക്സ്ട്രോൺ, ലിയോനാർഡോ എന്നീ കമ്പനികളും രംഗത്തുണ്ട്. ലിയോനാർഡോ അദാനി ഗ്രൂപ്പിനോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ പഴയ ചീറ്റ, ചേതക് ഹെലികോപ്റ്ററുകൾക്ക് പകരക്കാരെ കണ്ടെത്തുക എന്നതാണ്. എയർബസ് H125ന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മൗണ്ട് എവറസ്റ്റിൽ ഇറങ്ങിയ ഏക ഹെലികോപ്റ്ററാണ് എയർബസ് H125. ഹോട്ട് ആൻഡ് ഹൈ ടെറൈൻസിൽ മികച്ച പ്രകടനമാണ് ഇവ കാഴ്ചവെക്കുന്നത്. ഇത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുമെന്നതാണ്. ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ഹെലികോപ്റ്ററുകൾ അനിവാര്യമാണ്. ഇത് സൈനിക ഓപ്പറേഷനുകൾക്ക് പുതിയ മാനങ്ങൾ നൽകും. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ഇതിലൂടെ ശക്തമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. സ്വദേശീയ നിർമ്മാണവും വിദേശ സാങ്കേതിക വിദ്യയും ചേർന്നൊരു പുതിയ മോഡൽ ഇവിടെ രൂപപ്പെടുന്നു. സർക്കാർ നൽകുന്ന പിന്തുണയും ഇൻഫ്രാസ്ട്രക്ചർ വികസനവും ഈ വളർച്ചയെ വേഗത്തിലാക്കുകയും ചെയ്യും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയോടൊപ്പം ഹെലികോപ്റ്ററുകൾ ഇനി രാജ്യത്തിന്റെ കണക്ടിവിറ്റിയുടെയും സുരക്ഷയുടെയും പ്രധാന ഘടകമായി മാറും.